ഹായ് നമസ്കാരം. ഇന്ത്യയിൽ പോകാതെ തന്നെ വിദേശത്തിരുന്നുകൊണ്ട് എങ്ങനെ ഇന്ത്യൻ പാസ്പോർട്ട് പുതുക്കാം. ഞാനിവിടെ മാൾട്ടയിലാണ് ഉള്ളത്. മാൾട്ടയിലായതുകൊണ്ട് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ മാൾട്ട എന്ന സൈറ്റിൽ പോവുക. അതിൽ പാസ്പോർട്ട് സർവീസ് സെലക്ട് ചെയ്യുക. പാസ്പോർട്ട് സർവീസ് തന്നെ നിങ്ങൾക്കൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ കയറുക. ആദ്യം തന്നെ ഇവരുടെ സൈറ്റിൽ പോവുക. പാസ്പോർട്ട് സേവ അറ്റ് എംബസി ആൻഡ് കോൺസുലേറ്റ് എന്ന് പറയുന്ന അതിൽ യൂറോപ്പ് സെലക്ട് ചെയ്യുക. ഞാനിപ്പം ഉള്ളത് മാൾട്ട ആയതുകൊണ്ട് ഞാൻ മാൾട്ട അതിനകത്ത് തിരഞ്ഞെടുക്കുന്നു. അത് മാൾട്ടയുടെ ഫ്ലാഗ് ഉണ്ട്, അതൊന്ന് എടുക്കുക. അപ്പോൾ പറഞ്ഞാൽ അവർ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആവും. അതിനകത്ത് നമ്മൾ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊടുക്കുക, ന്യൂലി രജിസ്റ്റർ ആയതുകൊണ്ട്. എന്നിട്ട് നമ്മുടെ പേരും സർനെയിമും ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു ഇമെയിൽ ഐ ഡി നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഈ എൻ്റർ ഒരു ലോഗിൻ ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ മെയിൽ ഐ ഡി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയതായിട്ടൊരു പാസ്വേഡ് ഉണ്ടാക്കണം, കൺഫേം പാസ്വേഡും കൊടുക്കണം. എന്നിട്ട് രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിലേക്കൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് തുറക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലോഗിനും പുതിയതായിട്ട് വെച്ച പാസ്വേഡും വെച്ചിട്ടായിരിക്കും ആ ലിങ്ക് ഓപ്പൺ ചെയ്യേണ്ടത്. പിന്നെ അത് നമ്മുടെ സ്റ്റാറ്റസ് എപ്പോൾ വേണോ ചെക്ക് ചെയ്യാം അത് വെച്ചിട്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പൺ ആവും. അതിൽ നമ്മൾ ലോഗിനും നേരത്തെ ക്രിയേറ്റ് ചെയ്ത പുതിയ പാസ്വേഡും അടിക്കുക. എന്നിട്ട് നമ്മളപ്പോഴത്തേക്കും പുതിയ ഒരു പേജിലേക്ക് കയറിയായിരിക്കും. ഞാനിപ്പോൾ ഒരു ഇത് കാണിക്കുകയാണ് അതുപോലെ. അപ്പോൾ ഇതുപോലൊരു പുതിയ പേജ് ഓപ്പൺ ആവും. അപ്പോൾ ഇതുപോലൊരു പേജാണ് അടുത്തതായിട്ട് തുറക്കുന്നത്. അപ്പോൾ അതിനകത്താണ് മെയിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് ഓർഡിനറി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, എമർജൻസി സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്, അങ്ങനെ പല ലിങ്കുണ്ട്. അപ്പോൾ നമ്മളുടെ മെയിൻ എന്ന് പറയുന്നത് അപ്ലൈ ഫോർ ഓർഡിനറി പാസ്പോർട്ടാണ്. അപ്പോൾ ഫ്രഷ് പാസ്പോർട്ട്, അതായത് റീഇഷ്യൂ, അതായത് ഡേറ്റ് കഴിഞ്ഞത്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ. അപ്പോൾ നമ്മൾ അതിനകത്താണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് വീണ്ടും ഓപ്പൺ ആവും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തിനാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം. ഞാൻ ഇവിടെ കൊടുക്കുന്ന റീഇഷ്യൂ ഓഫ് പാസ്പോർട്ടാണ്. അപ്പോൾ അതിനകത്ത് തന്നെ കുറേ ഓപ്ഷൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഡാമേജ് ആയാണോ, ലോസ്റ്റ് ആണോ, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെയാണ് വാലിഡിറ്റി എക്സ്പയർഡ് വിത്തിൻ 3 years ഓർ ഡ്യൂ ടു എക്സ്പയർ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് തൽക്കാലം വേണോ നോർമൽ വേണമെന്ന്. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് തൽക്കാലമാണ്. എൻ്റെ ഒരു അറിവിൽ നോർമലും തൽക്കാലം ഉണ്ട്. പിന്നെ എത്ര പേജ് വേണമെന്നുള്ളതാണ്. 36 പേജാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. 60 പേജ് ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ച് റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് എന്നുള്ള പേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പേജ് ഓപ്പൺ ആവും. അപ്പോൾ ഇതിൽ മുകളിൽ കണ്ടല്ലോ 1 2 3 4. അപ്പോൾ ആ പേജെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ആപ്ലിക്കൻ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മുടെ ജനറൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള പേര് കൊടുക്കുക, പേര്, ജെൻഡർ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം പാസ്പോർട്ടിലുള്ള പോലെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അധികം മിസ്റ്റേക്ക് ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇതില്ലെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽസിൽ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ മാരിറ്റൽ സ്റ്റാറ്റസ് ഉള്ളവരാണെങ്കിൽ അത് സിംഗിൾ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ മാരീഡ് എന്നുള്ളത് അവർ പ്രത്യേകം അപ്ലൈ ചെയ്യണം ഈ പേജിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് ആധാർ ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം നമ്പറൊന്നും എല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പേജിൽ പോകുന്നു. അതിൽ ഫാമിലി ഡീറ്റെയിൽസ് കൊടുക്കുക, ഫാദർ നെയിം. മാരീഡ് ആയവർക്ക് പ്രത്യേക ഒരു കോളം ഉണ്ടാവും. അതിപ്പോൾ സ്പൗസിൻ്റെ പേര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പേജിൽ പോകും. അതിലാണ് അഡ്രസ്സ്, ആപ്ലിക്കൻ്റ് അഡ്രസ്സൊക്കെ വരുന്നത്. നമ്മുടെ വീട്ടിൽ ശരിക്കുള്ള അഡ്രസ്സ്, ഹൗസ് നമ്പർ. ഈ പേജിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫോൺ നമ്പറാണ്. ഫോൺ നമ്പർ എപ്പോഴും നമ്മൾ നാട്ടിൽ തന്നെ കൊടുക്കണം, ഒരിക്കലും മാൾട്ടയിൽ നമ്പർ കൊടുക്കരുത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുമ്പോൾ എമർജൻസി കോൺടാക്റ്റ് എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽസ് തുറന്നു വരും. അതിനകത്ത് വീട്ടിലെ അമ്മയുടെ, അച്ഛൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നെക്സ്റ്റ് അടിക്കുമ്പോൾ ഒരു പ്രീവിയസ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. അത് നമ്മുടെ പഴയ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസാണ് എല്ലാം, പഴയ എക്സ്പയർ ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നെക്സ്റ്റ് എടുക്കുമ്പോൾ അതർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ പേജ് കൊടുക്കുക. അത് നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാം വായിച്ച് നോക്കിയിട്ട് കൊടുക്കാമെന്നേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിൾ കാര്യങ്ങളാണ് എല്ലാം. ഇപ്പം എൻ്റെ കേസിൽ ഇപ്പോൾ എല്ലാം ഞാനിപ്പോൾ നോയാണ് കൊടുത്തേക്കുന്നത്. അതായത് മുമ്പ് നിങ്ങൾക്ക് കേസ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്, എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിപ്പോൾ എൻ്റെ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം നോയാണ് കൊടുക്കുന്നത്.
ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഫോം ഫിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ. ഇപ്പോൾ ഇതിലിപ്പോൾ എല്ലാം നോ തന്നെ കൊടുത്തു പോയാൽ മതി, അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ ഉള്ളൂ. പിന്നെ ഇതിലിപ്പോൾ നോ അടിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുക, അപ്പോഴത്തേക്കും നമുക്ക് വേറൊരു പേജ് പുതുതായിട്ട് തുറക്കും. ആ മോൾ കാണിച്ചില്ലേ 1 2 3 4 അങ്ങനെ പോവുകയാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ 9th പേജായി. ഇപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ പാസ്പോർട്ടിൽ വരുന്ന പേജ്, ഇങ്ങനെ ആയിരിക്കും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പേജ് വരുന്നത്. ഇതിലെ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് നന്നായിട്ട് ചെക്ക് ചെയ്യുക, നമ്മളതിലെ ഇൻഫോർമേഷൻസ് എല്ലാം കറക്റ്റ് ആണെന്ന്. എന്നിട്ട് താഴെ വരിക, എഗ്രി എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ പ്ലേസ് നെയിം കൊടുക്കുക. ഞാനിവിടെ മാൾട്ട കൊടുത്തു. ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. അപ്പം ഡീറ്റെയിൽസ് എല്ലാം നോക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജിൽ നമുക്ക് റെഫറൻസ് നമ്പർ വരും, അതിൽ തന്നെ ട്രാക്ക്